ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐക്കൺ ആഡ് ചെയ്യാം. അതിനായി ഞാനിവിടെ ഇൻസേർട്ട് എന്ന ടാബിൽ നിന്നും ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് കാറിന്റെ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസേർട്ട് നൽകും. ഇനി ഐക്കണിന്റെ സൈസ് ഒന്ന് വലുതാക്കി നൽകാം. അതിനുശേഷം ഇവിടെ ഗ്രാഫിക്സ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ഇവിടെ കൺവേർട്ട് ടു ഷേപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുകയാണ്. ഈ സ്ലൈഡ് മുഴുവൻ കവർ ആവുന്ന രീതിയിലാണ് റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നത്. ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇതിലുള്ള എല്ലാ ഷേപ്പും സെലക്ട് ചെയ്യുന്നു. ഇവിടെ വീണ്ടും മെർജ് ഷേപ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിന്നും കമ്പൈൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഷേപ്പ് സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ നിന്നും ആ ഇമേജ് ഒന്ന് തൽക്കാലം കോപ്പി ചെയ്ത് പുതിയ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുകയാണ്. സോ നമ്മുടെ ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഇമേജിന് ഒരു ആനിമേഷൻ നൽകുകയാണ്. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത് ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ഇവിടെ എംഫസൈസ് എന്ന ഗ്രൂപ്പിൽ ഗ്രോ ആൻഡ് ഷ്രിങ്ക് എന്നുള്ള ആനിമേഷൻ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ആനിമേഷൻ പെയിനിൽ നിന്നും ഈ ആനിമേഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈമിംഗ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ റിപ്പീറ്റ് എന്നുള്ളത് അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡും നൽകുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുന്നു. ഇനി ഞാൻ ഇമേജ് സെലക്ട് ചെയ്ത് പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഈ ഇമേജിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കി ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനായി ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് നൽകാം. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ടും സൈസും ഒന്ന് ചേഞ്ച് ചെയ്ത് നൽകാം. നമുക്ക് ആവശ്യമുള്ളിടത്ത് അത് പ്ലേസ് ചെയ്യാം. ശേഷം അതിൻ്റെ ഫോണ്ട് കളർ ഒന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നൽകാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് ഇവിടെ വൈറ്റ് നൽകുന്നു. ഇനി ഈ ടെക്സ്റ്റിന് ഒരു ആനിമേഷൻ നൽകാനായി ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ഫ്ലൈ ഇൻ സെലക്ട് ചെയ്ത് ഞാനിവിടെ എഫക്റ്റ് ഓപ്ഷൻ ഫ്രം റൈറ്റ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ടൈം ഒരു 2 സെക്കൻഡ് നൽകുകയാണ്. സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ ടെക്സ്റ്റുകളുടെ ആനിമേഷന് ഒരു ബൗൺസ് എൻഡ് നൽകാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾക്ക് അത് സെലക്ട് ചെയ്ത് ഒരു 1.3 സെക്കൻഡ് നൽകാം. ഇനി നമുക്ക് നമ്മുടെ ആനിമേഷൻ ഒന്ന് കണ്ടു നോക്കാം. സോ വളരെ മനോഹരമായി തന്നെ നമ്മുടെ സ്ലൈഡ് ഇവിടെ ആനിമേറ്റ് ആവുന്നുണ്ട്. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.